അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് ഒരിക്കൽ കൂടെ കുമളിയിൽ നിന്നും കടന്നു പോവുകയാണ്. തമിഴ്നാട് കേരള ചെക്ക് പോസ്റ്റാണ് അവിടെ കാണുന്നത്. നമ്മളിപ്പം ഈ തമിഴ്നാട്ടിലോട്ട് ഇതിലേ ഇറങ്ങി വന്നിട്ട് കുറേ നാളായി കേട്ടോ. ശബരിമല സീസണൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിരുന്നതാണ്. തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് കണ്ടോ. ഇവിടെ ഒന്നും ഇപ്പോൾ പാലത്തിന് വീതി കുറവായതുകൊണ്ടേ വണ്ടി ബ്ലോക്ക്. പെൻസ്റ്റോക്ക് പൈപ്പുകൾ ആ മുകളിൽ നിന്ന് വരുന്നതുണ്ടോ. ഇത് കുമളിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്നു കഴിയുമ്പോൾ വഴി സൈഡിൽ കാണുന്ന ഒരു ചെറിയ മാതാവിൻ്റെ പള്ളിയാണ്. വഴിതുണ മാതാ ചർച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഈ വളവിന് മുകളിലായിട്ടത് ഇരിക്കുന്നത്. ഇതേ പോകുന്ന ആൾക്കാരെല്ലാം ഇറങ്ങി പ്രാർത്ഥിക്കുകയും നേർച്ചയിടുകയൊക്കെ ചെയ്യുന്നൊരു ചെറിയ ചാപ്പലാണ് മാതാവിൻ്റെ. തമിഴ്നാടിൻ്റെ എക്കാലത്തെയും നല്ലൊരു വാഹനം ഇത് തന്നെയാണ് കേട്ടോ. അവരുടെ എക്സ്പ്രസ്. അവിടെ നിന്ന് ഒരു പുതിയ വണ്ടിയും കൂടെ കയറി വരുന്നു. അയ്യോ, ഈ സൈഡ് പ്രശ്നമായി. വെയിൽ കൊണ്ടേ മരങ്ങളൊക്കെ ഉണങ്ങി തുടങ്ങി കേട്ടോ. ഇങ്ങനെ ഒന്ന് നോക്കിയേ, താഴോട്ട് തമിഴ്നാടിൻ്റെ ആ ഒരു ദൂരക്കാഴ്ച കണ്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ നോക്കി. പക്ഷെ മുകളിൽ നിന്നൊക്കെ വാഹനങ്ങൾ വരുന്നത് നമ്മൾ നോക്കി നിൽക്കണമെന്നേ ഉള്ളൂ. അങ്ങോട്ടാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ കുമളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ ഈ ഒരു അമ്പലം കാണാൻ വളരെ ഭംഗിയാണ്. തമിഴ്നാടിൻ്റെ തനത് ശൈലിയിൽ പണിതിരിക്കുന്ന ഒരു അമ്പലം. ആ കളറൊക്കെ ആയിട്ട് അപ്പുറത്തെ ഒരു ചെറിയ വെള്ളച്ചാലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴവിടെ വെള്ളച്ചാലൊന്നും ഇല്ല. മഴയൊക്കെ ഇങ്ങനെ ഒതുങ്ങിപ്പോയതുകൊണ്ടേ. തമിഴ്നാടിൻ്റെ ടൗൺ ബസ്സാണേ. ഈ വനത്തിനുള്ളിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ ഒരു സുഖമാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം തണുപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ തണുപ്പ് കുറയും. പിന്നെ ചൂടായിരിക്കും താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ. ഇപ്പോൾ തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പിലേക്ക് എത്തി നമ്മൾ കേട്ടോ. വഴി സൈഡിലെല്ലാം നിറച്ച് നല്ല പുളിമരങ്ങളൊക്കെ നമുക്ക് കാണാവേ. ഇവിടെ ഒരു പുളിമരം കണ്ടോ. അതിൻ്റെ ഒരു വണ്ണവും വലിപ്പവും കണ്ടോ. ഇതിനൊക്കെ എത്ര വർഷം പ്രായം കാണുമല്ലേ. ഇതൊക്കെയാണ് ഈ തമിഴ്നാട്ടിലെ ഒരു തണുപ്പ് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ. ലോവർ ക്യാമ്പിലെ കുറച്ച് കാഴ്ചകൾ. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അപ്പുറത്ത്. പിന്നെ അങ്ങോട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ മലനിരകളൊക്കെയാണ്. ഇപ്പം നമ്മൾ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നിരന്ന റോഡ്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ്. അവിടെയൊക്കെ നല്ല കൃഷിയിടങ്ങളാണ്. തെങ്ങ്, വാഴ, പച്ചക്കറികൾ. കേരളത്തിൻ്റെ മലനിരകളൊക്കെ ഒരു കോട്ട പോലെ നിൽക്കുന്നതുണ്ടോ. കുമളിക്ക് പോകുന്ന ബസ്സാണ്. ഈ വഴിയൊക്കെ വണ്ടിയൊക്കെ വെടിച്ചില് പോലെയാണ് പോകുന്നത്. ഇതിലെ റോഡ് ഇങ്ങനെ പോകുന്നുണ്ടേ. നമുക്ക് ഈ വഴിക്കൊന്ന് കുറച്ച് പോയി നോക്കിയാലോ. ഇതെല്ലാം കൃഷിയിടാനുള്ള ഇടങ്ങളാണ്. പക്ഷേ ഇവിടെ ഇപ്പം നിലവിൽ കൃഷികളൊന്നും കാണുന്നില്ല. നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയേ അവിടെ ഒരു JCB പണിയെന്നൊക്കെ ഉണ്ടേ. അതുകൊണ്ടോ മംഗളാദേവി കുമളി ഭാഗത്തുള്ള തേക്കടി മലനിരകളൊക്കെ ആ മുകളിലായിട്ടാണ് മംഗളാദേവിയൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വന്ന വഴി ഇതായി വഴിക്ക് എങ്ങനെ പോകാം. നല്ല ഗ്രാമക്കാഴ്ചകളൊക്കെ കുറച്ച് കണ്ടുപോകാം. ഇവിടെ വഴി സൈഡിലെല്ലാം നിറച്ച് പുളിമരങ്ങളാണേ. പക്ഷേ ഈ പ്രദേശമെല്ലാം ഇങ്ങനെ കിടക്കുക. ഇവിടെ ആരെയും കാണാനുമില്ല, വീടുകളും അധികമില്ല. ഇങ്ങനെ കയറി വന്നപ്പോഴേ ഇവിടെ മുഴുവൻ വിജനമാണ്. പക്ഷേ ഈ റോഡ് നെടുനീളത്തിൽ അങ്ങനെ കിടക്കുക. ഇത് അങ്ങോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു ഇതിലെ വട്ടം കറങ്ങി അപ്പുറത്തോടെ പോയി കമ്പത്തൊക്കെ കയറുന്ന വഴിയാന്ന് തോന്നുന്നു. ഉൾപ്രദേശത്തോടെ ഇങ്ങനെ പോയിട്ട് ആട്ടുമക്കൾ വരുന്നുണ്ട്. ആട്ടുമക്കൾ ആ തീറ്റ കൊണ്ടുപോകണോ. നല്ല ഇருக்கு. ഈ റോഡ് എங்கே പോറേ കമ്പം പോകുമാ. ഇതുകൊണ്ട് ആട്ടും കുഞ്ഞുങ്ങളെ തീറ്റാൻ കൊണ്ടുവന്നതാണ്. അത് ആ മുന്നിൽ കുറേ കാളക്കുട്ടന്മാരെ ഓടിയിട്ടുണ്ടായിരുന്നു. ഇതാ ഇമാരുടെ പൂക്കിട്ടു. മാത്രമല്ലേ ഇവർക്ക് കാവലായിട്ട് നായ്ക്കളും ഉണ്ട് കേട്ടോ. എന്നാലും നല്ലൊരു കാഴ്ചയായിരുന്നു കിട്ടി. ഈ മേഖലയൊക്കെ കൃഷിയിടങ്ങൾ തന്നെയാണ്. ഒറ്റപ്പെട്ട വീടുള്ളേ. പിന്നെ തെങ്ങും തോട്ടമൊക്കെ അപ്പുറത്ത് കാണാം. നമ്മുടെ കേരള മലനിരകളൊക്കെ കിടക്കുന്നുണ്ടോ. കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ വഴി തീരുന്നുമില്ല കേട്ടോ. ചെറിയ വഴിയാണെങ്കിലും നല്ല റോഡാണ്. ഇരു സൈഡിലും കൃഷിയിടങ്ങളൊക്കെയാണ്. പക്ഷേ എല്ലാം കാലിയായിട്ട് കിടക്കുക. ഇപ്പം കൃഷിയുടെ സമയം അല്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിലെല്ലാം മാവാണ്. മാന്തോട്ടമാണ് ഇതെല്ലാം. മാവെല്ലാം പൂത്തു തുടങ്ങിയിട്ടുണ്ട്. കായ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിലൊരു അമ്പലമുണ്ടേ. അമ്പലത്തിലേക്ക് കയറുന്നൊരു വഴിയാണ് ഇത്. അതിനുള്ളിൽ മൊത്തത്തിലെ ഒരു അമ്പലമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കുറേ അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് കൂടുതലും ഉള്ളത്. ആ മംഗളാദേവി മലനിരയുടെ തൊട്ട് താഴെയായിട്ടാണിത്. ഈ സൈഡിലും കുറേ അമ്പലം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് മുന്നോട്ട് കൂടുതലും. നമ്മൾ വന്ന വഴിയെ തിരിച്ചു പോവാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടത് വനത്തിൻ്റെ ഉള്ളിലോട്ടോ മറ്റേ പോകുന്ന റോഡാണ് അത്. ഇവിടെ ആൾസഞ്ചാരമൊക്കെ കുറവുമാണ്. വാഹനങ്ങൾ കുറവാണ്. ഒറ്റപ്പെട്ടുള്ള വീടുകളൊക്കെ ഉള്ളൂ. നമുക്ക് തിരിച്ച് അപ്പുറത്ത് ഹൈവേ പോയി കയറിയിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാം.
ഇത് വെട്ടുകാടെന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു അമ്പലമൊക്കെ നമുക്ക് കാണാം. ഇങ്ങോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട്, അതെങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല. അതുപോലെ ഈ വഴി സൈഡിൽ നല്ലൊരു കരിക്കുകടയൊക്കെ കാണാവേ. മുല്ലപ്പെരിയാറ്റിൽ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി കൊണ്ടിരുന്ന വെള്ളം മുകളിലൊരു വൈദ്യുതി ഉൽപ്പാദനമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരും. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഒരു പവർ സ്റ്റേഷനും കൂടെ ഉണ്ട്, പെരിയാർ പവർ സ്റ്റേഷൻ. ഇവരുടെ കൃഷിക്കും മറ്റാവശ്യത്തിനുമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഒരിക്കലും വെള്ളത്തിന് അങ്ങനെ ക്ഷാമം വരാറില്ല. അവിടെ ഒരു അമ്പലമൊക്കെ കാണാം. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന വഴി, തമിഴ്നാട്ടിലെ റോഡ് ഞാൻ പറഞ്ഞിട്ടില്ലേ, നല്ല അടിപൊളി റോഡാണ്. മുന്തിരിപ്പാടം ജംഗ്ഷനിലെത്തി കേട്ടോ. മുന്തിരിത്തോട്ടം കാണണോ? നാളെ നമ്മൾ കണ്ടതാ. ആ മുന്തിരിത്തോട്ടം പോയി കാണാം. ഇവിടെ റോഡൊന്നും പെട്ടെന്ന് മുറിച്ച് കിടക്കാൻ പറ്റുമല്ലേ, വണ്ടി എവിടെ നിന്ന് എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെയാണ് കുറച്ച് കാര്യമായിട്ട് മുന്തിരിങ്ങയൊക്കെ കാണാനുണ്ടേ. ഇപ്പോൾ കുറച്ച് പക്ഷികളുടെയൊക്കെ പരിപാടിയുണ്ട് ഇതിന് മുകളിൽ. മുന്തിരിയൊക്കെ കവാത്ത് ചെയ്തിട്ടിരിക്കുക കേട്ടോ, അല്ല ഉണങ്ങിപ്പോയതല്ല. ഇവിടെയൊക്കെ പച്ച മുന്തിരിങ്ങ കിടക്കണം കേട്ടോ. അപ്പുറത്തെ പഴമുള്ള ഈ തോട്ടത്തിലൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം മുന്തിരിങ്ങ അങ്ങോട്ടാണ് ഉള്ളതെന്ന് തോന്നുന്നു. പച്ച മുന്തിരിങ്ങ ഉണ്ടോ, പച്ച പഴുത്ത മുന്തിരിങ്ങയല്ല, ആ ഭാഗത്താണ് കേട്ടോ. തോട്ടമല്ല അങ്ങനെ ഇളക്കി പണിത് ക്ലീനാക്കി ഇട്ടിരിക്കുക, വളമൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ. പഴുത്ത മുന്തിരിങ്ങ. മുന്തിരിത്തോട്ടം കണ്ടല്ലോ. ഇവിടെ നല്ല പേരക്കയൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ. മാങ്ങ, പേരക്ക, ഇതാ പേരക്ക. കടലയുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ വേറെ ഒത്തിരി കാഴ്ചകളൊന്നുമില്ല കേട്ടോ. ഇപ്പം നമുക്ക് മുന്നോട്ട് പോകാവേ. ഇപ്പം നമ്മൾ കമ്പം കഴിഞ്ഞിട്ടുള്ള പുതുപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയേ. കമ്പം ടൗണിൽ നമ്മൾ കയറിയില്ല, അത് തിരിച്ചു പോകുമ്പോഴേ കയറുന്നുള്ളൂ. ഇതിലേ പോയ കുറേ വീടുകൾക്കുള്ളിലേക്ക് ഉള്ള വഴിയാണേ. പുല്ലൊക്കെ ചെത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാർ ഉന്തുവണ്ടിയെ വെച്ച് ഉന്തിക്കൊണ്ട് പോവുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് വീടുകൾ കണ്ടോ. ഈ വീടുകളൊക്കെ പ്രത്യേകം ചതുരത്തിലാണ് ഇതെല്ലാം പണിതിരിക്കുന്നത്. നമ്മുടെ അവിടുത്തെ പോലെ കോടി അടച്ചുള്ള വീടുകളല്ല. പിന്നെ മനോഹരമായൊരു അമ്പലം കാണാം. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ പാളയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കല്ല നമുക്ക്. ഈ വഴി ഉത്തമപാളയത്തേക്കുള്ളതാണേ, 3 കിലോമീറ്റർ. അപ്പുറത്ത് കാണുന്ന നേരെ പോകുന്ന റോഡ് മധുരയ്ക്കൊക്കെ ഉള്ളതാണ്. ഈ പാളയത്ത് കുറേ കാഴ്ചകളുണ്ട്, നമുക്ക് കണ്ടുവരാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉത്തമപാളയമാണേ. കരിമ്പിൻ ജ്യൂസ് വേണമെങ്കിൽ കുടിക്കാം കേട്ടോ. ഉത്തമപാളയത്ത് നിന്ന് ചന്തദോസമാണേ. പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷായിട്ടൊക്കെ കിട്ടും കുറേ. ഈ ഭാഗത്ത് വന്നപ്പോൾ കുറച്ച് തിരക്കായി. കടലയൊക്കെ നല്ല കോഴിപ്പൂവന്മാരും ഉണ്ടോ, ഷേവൽ എന്ന് പറയും. ഇതെല്ലാം കച്ചവടമാണ്. നല്ല മാങ്ങാപ്പഴമൊക്കെ ഇരിക്കുന്നുണ്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കുറേ കച്ചവടങ്ങളാണ്. വെയിൽ കാരണം എല്ലാം മറച്ച് കിട്ടിയിട്ടിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുന്ന വഴി മധുരയ്ക്കുള്ളതും നേരെ പോകുന്ന വഴി ഇടത്തോട്ട് കിടക്കുന്ന ബോഡിമെട്ടിലേക്ക് പോകുന്ന വഴിയാണേ. പാളയത്ത് ഇവിടെ ഒരു പള്ളിയുണ്ടേ, ജീവരസ് പുണ്യാളൻ്റെ നാമത്തിലുള്ളതാണ്. പാളയം ടൗണ് മുന്നോട്ടാണ്. ബോഡിക്കൊക്കെ പോകുന്ന വഴി ഇതിലാണ്. തേനി, ബോഡിയൊക്കെ അതിനപ്പുറത്തൊന്നും മാറിപ്പോവാം നമുക്ക്. നമ്മൾ കുറച്ച് മുന്നേ ചേട്ടാ തേനി റോഡിൽ ഇറങ്ങാം. ഈ റോഡ് അങ്ങനെ പോകുന്നത് നമ്മളെ NH കൂടെ അല്ലാതെ ഉള്ളിൽ കൂടെ കയറിയുള്ള റോഡാണ്. ഇങ്ങനെ പോയി നമുക്ക് തേനിക്ക് പോകാം. ഇത് നല്ല രസമാണ് ഇങ്ങനെ പോകാനായിട്ട്. പക്ഷേ സമയം നമുക്കധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അങ്ങനെ പോകുന്നില്ലേ. ഇതിലെ നേരെ പോയാൽ പുറകോട്ട് പോയാൽ ഉത്തമപാളയം. നമുക്കിവിടെ കുറച്ച് വയൽക്കാഴ്ചകളൊക്കെ കാണാവേ. ഇവിടെ എങ്ങനെ ഇറങ്ങുന്നതെന്ന് നോക്കട്ടെ. ഇവിടെ ചാണകം അവിടെ എല്ലാം. നല്ല രസമുണ്ട് ഇവിടെ കാണാനേ. ഉത്തമപാളയത്തെ വയൽപ്പാടങ്ങളുണ്ടോ. ഇങ്ങനെ നീണ്ട് നമ്മൾ അങ്ങോട്ട് പുറകോട്ട് പോയാൽ കുറേ കൂടെ കാണാൻ പറ്റും. നമ്മൾ ആലപ്പുഴയൊക്കെ പോയെന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്. ഞാറിട്ടിട്ടേ ഉള്ളൂ,
ആയില്ല. ഈ ഒരു ഭാഗത്ത് ഇതെല്ലാം വാഴക്കൃഷിയാണേ. ഏക്കറുകളോളം കിടക്കുന്ന വാഴക്കൃഷി കണ്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയേ കേട്ടോ, തെങ്ങിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള റോഡാണ്. ഇവിടെ ഇങ്ങനെ ഒരു വഴിയൊക്കെ നമുക്ക് കാണാവേ. പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറിപ്പോകല്ലോ, ഇവരുടെ കൃഷിയിടത്തിൽ നമ്മളങ്ങനെ കയറ്റി വിടല്ലോ ഇവർ. ഇവിടെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് ഈ വയൽകൃഷിയൊക്കെ കാണാവേ. അതിനുള്ളിൽ കണ്ടോ വെള്ള പ്ലാസ്റ്റിക് ഇങ്ങനെ കുത്തി കുത്തി വെച്ചിരിക്കുകയാണ്, കിളികളുടെയും മറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ. അതിൽ കൊക്കന്മാരൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. അതിൽ നമ്മളെ കണ്ടപ്പോൾ കൊക്കിപ്പാറി പറക്കുന്നുണ്ട്. ഉത്തമപാളയത്താണ് ഇവിടെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നമുക്ക് ഈ ഒരു നെൽകൃഷിയുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വഴിക്കങ്ങ് പോയാൽ തേനിക്കെത്താവേ. കൃഷിയിടങ്ങളിൽ കൂടെ തന്നെ യാത്ര ചെയ്ത് നമുക്ക് തേനി വരെ ചെല്ലാം. ഇതിപ്പോൾ കണ്ടിട്ട് എനിക്ക് കൊതിയാകുന്നുണ്ട് ഒത്തിരി മുന്നോട്ട് പോകാൻ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം കുറഞ്ഞു പോയി. ഞാൻ ഇത്രയും നേരമായിട്ട് ചാനലിൽ വന്നില്ലായിരുന്നു കേട്ടോ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വന്നില്ലായിരുന്നു. ഇപ്പോഴാണ് കയറി വന്നതേ. കാരണം എവിടെ ഇടയ്ക്കൊന്നും നിർത്തിയൊന്നും മര്യാദയ്ക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഭയങ്കര വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ ഇനിയിപ്പോൾ റിട്ടേൺ എങ്ങനെ അങ്ങോട്ട് പോകാം കേട്ടോ. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഒരു ദിവസം നമുക്ക് ഈ വഴി കൂടെ ഇങ്ങനെ വന്നിട്ട് തേനി വരെ ഒന്നും പോകണം. ഈ തമിഴ്നാട്ടിലെ ഈ കൃഷിയിടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്ന ഈ വഴി കൂടെ ഒക്കെ ആയിട്ട് എന്ത് ഭംഗിയുള്ള കാഴ്ചയെന്ന് പറയുമോ. നല്ല കാറ്റൊക്കെ ഉണ്ട്, തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബോർഡ് കണ്ടേ, യു അമ്പസമുദ്രം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പം നമ്മൾ ഇവിടം വരെ വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഇനി നമുക്ക് റിട്ടേൺ പോകാവേ. റിട്ടേൺ ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം. അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി തെങ്ങും തോട്ടങ്ങളൊക്കെയാണ്. എന്തായാലും ഒരു ദിവസം ഇതിലെ ഒന്ന് തേനിക്ക് പോകണം. ഇച്ചിരി വെളുപ്പിനെ ഇറങ്ങി വരണം, നല്ല വെയിലാണ് ഇപ്പോൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഈ വയൽക്കാഴ്ചകൾ നമുക്ക് ഒന്നുകൂടെ കാണാം കേട്ടോ. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആ ഉത്തമപാളയം ഹൈവേയിലൊക്കെ കയറി കഴിയുമ്പോൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ അടുത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുവേ ഈ നെൽപ്പാടങ്ങളൊക്കെ. അപ്പുറത്തോട്ടൊക്കെ കാലിഭൂമിയായിട്ട് ഇങ്ങനെ കിടക്കുക, അതിനകത്ത് കൃഷിയൊന്നുമില്ല, എട്ടേം പെട്ടേ തെങ്ങും തൈകളൊക്കെ ഉള്ളൂ. ഇവിടെ നമുക്ക് ഈ വയൽക്കാഴ്ച കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിട്ടുന്നുണ്ടേ. അവിടെ ഒരു വീടൊക്കെ ഉണ്ട്, അതിൻ്റെ ഓരത്തോടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ടോ. നല്ല തണുപ്പത്തൊന്നുള്ളതായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ പവർ സപ്ലൈക്കുള്ള വാട്ടർ സപ്ലൈക്കുള്ള ഒരു സംവിധാനമൊക്കെയാണ് അതെന്ന് തോന്നുന്നു. ഇത് അവിടെ കണ്ടോ പാറ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ഈ വയലിൻ്റെ നടുക്കായിട്ട് പാറയുണ്ട്. അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, അമ്പലം മറ്റോ ആണോ അറിയത്തില്ല. എന്തായാലും ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നല്ല ഗംഭീര കാഴ്ച കേട്ടോ. പഞ്ഞിമരമാണേ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഫോട്ടോ പോയിൻറ്റും കിട്ടുന്നില്ലേ, ഉണ്ടല്ലോ അല്ലേ. ഈ ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഇതിനിടയ്ക്കായിട്ടുള്ളൊരു മുസ്ലിം ദേവാലയം കൂടെ നമുക്ക് കാണാവേ. നമുക്ക് വീണ്ടും കുറച്ച് ആടുകളുടെ കാഴ്ച കിട്ടി കേട്ടോ. ഇമാർ വരുന്ന വരവോ നോക്കിയേ, എനിക്കിട്ട് കുത്തുവോ, ഇടയ്ക്ക് ഓടേണ്ടി വരുമോ? ഇല്ല അല്ലേ. കൊള്ളാം. ഇവിടെ മൊത്തത്തിൽ ഭംഗിയുള്ളൊരു ഗ്രാമം. ആടിനെ തീറ്റാൻ കൊണ്ടുപോകുന്ന വഴിയാന്ന് തോന്നുന്നു. മെയിൻ റോഡിലൂടെ നമുക്ക് ഈ വഴിക്കും പോകാം, പിന്നെ ഇതാ ഈ വഴിക്കും പോകാം കേട്ടോ. ഇത് നമ്മൾ കയറി വന്നത് ഇങ്ങനെ ഒരു വഴിക്കാണ്. എന്തായാലും ഇവിടെ കുറേ വീടുകളൊക്കെ കാണാൻ കിട്ടി. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, എന്താ ഭംഗിയുള്ള വീടല്ലേ. ചതുരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചതുരമായിട്ട് പണിത വീടുകളാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും. ഉത്തമപാളയം ടൗണിലേക്ക് വീണ്ടും നമ്മൾ വന്നേ. കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്ക് വഴിയുണ്ട്, ആ വഴിക്കാണ് പോകണ്ടേ. പാളയം ബസ് സ്റ്റാൻഡുണ്ടേ, നമുക്ക് ആ ബസ് സ്റ്റാൻഡ് ഒന്ന് കാണാനോ. ഭയങ്കര സൗണ്ടാണ്, ഫോണടി. ബസ് സ്റ്റാൻഡ് ഒന്ന് കണ്ടുവരാം. പാളയം ബസ് സ്റ്റാൻഡ്. വടയുണ്ട്, സമൂസയുണ്ട്, ഇത് വടയുണ്ട്. വട ഇട്ടോണ്ടിരിക്കുന്നുണ്ട്, ആൾക്കാർ ചായ എടുക്കുന്നുണ്ട്. അവിടെ ഒരു ബസ് കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ ഉത്തമപാളയത്ത് വന്നിട്ട് 2 വടയും ഒരു ചായ എടുത്തു കേട്ടോ. ഉച്ച സമയമായിരുന്നു, വിശക്കുന്നുണ്ടായിരുന്നു. നല്ല ഫുഡാണ് കേട്ടോ. ചായയും ചെറുകടികളും. അതിൽ ഉഴുന്നോടെ ബെസ്റ്റാണ്. പക്ഷെ ബാക്കി ഇരിക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം നല്ല അടിപൊളി വയലുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം. നമുക്ക് ഈ റോഡിൽ തന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോകണം, മെയിൻ റോഡിലോട്ട് കയറാൻ.
ഇവിടെ ഒരു മരമൊക്കെ ഉണ്ടേ. ഈ മരത്തിൻ്റെ ചുവട്ടിൽ നല്ല തണലാണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് നല്ല വയൽക്കാഴ്ചകളൊക്കെ കാണാം. കണ്ടോ, ആ മലങ്കെട്ടുകൾക്ക് താഴെയായിട്ട് ഉത്തമപാളയത്ത് വന്നാൽ മാത്രമേ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെ ഉത്തമപാളയത്തേക്ക് തിരിച്ചു വന്നു കേട്ടോ. നമ്മൾ ഇവിടുന്ന് അത് ആ പോകുന്ന വഴിക്കൂടെ ആയിരുന്നു പോയത്. എന്നിട്ട് ഇതിലെ തിരിച്ച് കയറി വന്നു, അപ്പുറത്തൂടെ റൗണ്ട് അടിച്ച് വെച്ചു. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ വന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ആ മരത്തിൻ്റെ ഉള്ളിൽ ഒരു അമ്പലമൊക്കെ കാണാവേ. പിന്നെ ഇത് അങ്ങോട്ട് നോക്കി കംപ്ലീറ്റ് വയലേലകളും ഒക്കെ നമുക്ക് കാണാനുള്ളൂ. ഞാൻ ക്യാമറ കുറച്ച് വൈഡ് ആംഗിളിലോട്ട് മാറ്റി കേട്ടോ. ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പുറത്തെ സൈഡിലും അതെ, ഇത് ഹൈവേ ആണേ. തേനി മധുര കുമിളി റോഡാണ്, NH 183. അതായത് നമ്മുടെ കൊല്ലത്തുനിന്ന് തുടങ്ങുന്ന വഴിയാണേ. നമുക്ക് പോകേണ്ടത് തിരിച്ച് ആ വഴിക്കാണ്. ബസ്സൊക്കെ അവിടെ വന്നിട്ട് അങ്ങനെ ഉത്തമപാളയമൊക്കെ പോയിട്ട് തിരിച്ച് കയറി വരുള്ളൂ. ചില വണ്ടിയൊക്കെ നേരെ ഇങ്ങ് പോരുവേ. ഈ ഒരു ബസ് ഇങ്ങനെ നേരെ വരുന്നുണ്ട്. എന്തായാലും ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ഉത്തമപാളയം ഈ മേഖല. എക്സ്പ്രസ്സൊക്കെ വിട്ടടിച്ച് നേരെ പോകാൻ തോന്നും. ഇവിടെയൊക്കെ രാവിലെയും വൈകുന്നേരം നല്ല അടിപൊളി കാഴ്ചയാണ്. കാരണം എന്താ പറയുക, ഉദയവും അസ്തമയവും നല്ല പക്കായിട്ട് കാണാം. ഞാൻ പണ്ടൊരിക്കൽ കൊടൈക്കനാൽ പോകാൻ വേണ്ടി ഇവിടെ വന്ന് ഉദയം കണ്ടേച്ചാണ് അങ്ങോട്ട് കയറിപ്പോയത്. ഈ വഴിക്ക് നേരെ അങ്ങനെ പോയിട്ട് പെരിയോളം ചെന്നിട്ട് തിരിഞ്ഞു പോകാം കേട്ടോ. ഇവിടെ കുറേ ഭാഗത്ത് ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന കാണാം. നല്ല അടിപൊളി വയലേലകളാണ്. ഇത് കൊയ്യാറൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ടേ. ഗോതമ്പ് മണി പോലെ നല്ല സ്വർണം പോലെ നെല്ലൊക്കെ ആയിട്ട്. കണ്ടംപൂട്ടൊക്കെ കഴിഞ്ഞാൽ ട്രില്ലർ വരുന്നുണ്ടോ, കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മുടെ കേരളത്തിലില്ല. തമിഴ്നാട്ടിലെ പ്രൈവറ്റ് സ്കൂളുകളാണ് ആ കാണുന്നത് കേട്ടോ. നമ്മുടെ കേരളത്തിലെ പോലെയല്ല, അവിടെയൊക്കെ നല്ല ചിലവാണ് അതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ പിള്ളേരെ, ഗവൺമെൻറ് സ്കൂളിനെക്കാട്ടിലും. നേരെ കാണുന്ന ഹൈവേ ആണേ. ഇടത്തോട്ട് കിടക്കുന്ന വഴി കമ്പം ടൗണിലോട്ടുള്ളതാണ്. കമ്പം ടൗൺ കയറി പോകാം. നമ്മൾ ഇങ്ങോട്ട് വന്നത് ആ നേരെയുള്ള വഴിക്കായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഈ പുളിമരമൊക്കെ ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ശരിക്കും പെട്ടുപോയേനെ കേട്ടോ. ഈ വെയിലത്തെ ഒരു രക്ഷയില്ല, അതുപോലത്തെ വെയിലാണ് ഇവിടെ. അവിടെ നിന്നൊക്കെ ബസ് വരുന്നുണ്ടോ, വെയിലിൻ്റെ ആ ഒരു കടുപ്പം കൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പോലും പറ്റുന്നില്ലേ. തമിഴ്നാടിൻ്റെ ട്രേഡ് മാർക്കാണ് ട്രാക്ടർ. ഈ ബസ്സൊക്കെ കയറുവാണേലേ പ്രായമായവർക്കൊന്നും ടിക്കറ്റ് വേണ്ട, ചെറുപ്പക്കാർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനോടുകൂടി നമ്മളോട് മേടിക്കുക പൈസ. ഒരമ്പലത്തിലെ ഉത്സവം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഘോഷയാത്ര അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ മൊത്തം വഴിയെല്ലാം ബ്ലോക്കായി. കമ്പത്തെ തമ്പീസ് തിയേറ്റർ കണ്ടോ, ഡോൾബി അറ്റ്മോസ് ആയിട്ട് അജിത്തിൻ്റെ പടം ഇവിടെ കളിക്കുന്നത്. ഈ വഴി സൈഡ് തന്നെ. ഇത് പുതിയ തിയേറ്റർ ആണോ എന്ന് അറിയത്തില്ല, പഴയ തിയേറ്റർ ആണോ എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഞാൻ കമ്പത്ത് സിനിമ കാണാൻ വന്നിട്ടില്ല. കമ്പം ടൗണിലേക്ക് എത്തി കേട്ടോ. വെയിൽ കാരണം വല്ലതും കാണാവോ? വസന്തൻ ആൻഡ് കമ്പനിയുടെ വലിയൊരു ഷോറൂം കാണാം. അവിടെ ആ സെൻറ്ററിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കൊക്കെ ഇറങ്ങുന്ന വഴിയാണേ. നമ്മൾ നേരെയാണ് പോകുന്നത്. ഇവിടെ അപ്പുറത്തോട്ട് തിരിക്കുമ്പോൾ കാണത്തില്ല, ഈ സൈഡിലോട്ട് തിരിച്ചാലേ വല്ലതും കാണാൻ പറ്റുള്ളൂ. വസന്തൻ ആൻഡ് കമ്പനിയൊക്കെ കാണാവോ? നേരത്തെ ഞാൻ കാണിച്ചോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വൺ വേ ആണേ. നമ്മൾ വൺ വേ തിരിച്ചു വന്ന് ഇതിലേ കൂടെ കയറി വേണം നമ്മൾ അപ്പുറത്ത് മെയിൻ റോഡിലോട്ട് പോകാനായിട്ട്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടേ. ഈ ഒരു കവലയിൽ നമ്മൾ റൈറ്റ് വേണം പോകാനായിട്ട്. ഇടത്തോട്ട് പോയാൽ അപ്പുറത്ത് ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ പോകും. റൈറ്റ് കയറിയാണ് അപ്പുറത്ത് മെയിൻ റോഡിലോട്ട് പോകുന്നത്. നമ്മൾ നേരെ വന്നാൽ അതിലേ വരുമായിരുന്നേ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് ഇനി ഇടത്തോട്ടാണ് നമ്മൾ കുമിളിക്ക് പോകുന്നത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ വന്ന വഴി ഇതാ, വൺ വേ കയറി. കമ്പം ടൗണിൻ്റെ കാഴ്ചകൾ, ഫ്രൂട്ട്സ്, പൂമാല, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പൂവും പഴങ്ങളും പച്ചക്കറിയും ഇല്ലാത്ത തമിഴ്നാടിനെ പറ്റി ചിന്തിക്കാൻ പറ്റിയല്ലേ. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോയാൽ മാർക്കറ്റിലേക്ക് പോകാം നമുക്ക്. നമ്മളിപ്പോൾ പോകുന്നില്ല. ഇതൊരു അമ്പലമാണ്. ഈ മരത്തിൻ്റെ ചോട്ടിൽ നല്ലോണം തണൽ വിരിച്ചിരിക്കുന്നൊരു മരം. നല്ല പൂമാലകളുണ്ടോ. ഇവിടെ എല്ലാം പൂവ്, പഴങ്ങൾ, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ടേ. അത് മാർക്കറ്റിലേക്കുള്ള വഴി കേട്ടോ. അവിടെയുണ്ട് കുറേ പഴവും പൂവും പച്ചക്കറികളും ഒക്കെ ഉള്ള കച്ചവടങ്ങളൊക്കെ. അതൊരു പഴക്കടയാണേ. തണ്ണിമത്തങ്ങ കിടക്കുന്നുണ്ടോ, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മേടിക്കില്ല, വെയിറ്റ് കൂടുതലാണ്. ഇപ്പം നമ്മൾ കമ്പത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് ഹൈവേയിലോട്ട് കയറി കേട്ടോ. ആ ഹൈവേ വഴിയാണ് നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് നമ്മൾ നേരെ കുമിളിക്ക് പോവാണേ. ഞാൻ ഈ വഴിക്ക് വരുമ്പോഴെല്ലാം ആലോചിച്ചിട്ടുണ്ട് ഇതെന്താണ് സംഭവമെന്ന്.
ഇത് മുന്തിരിപ്പാണം പിടിപ്പിക്കുന്നതാണ് കേട്ടോ. മുന്തിരിത്തോട്ടം അതിൻ്റെ അപ്പുറത്തുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു മുന്തിരി പിടിപ്പിക്കുന്ന സംഭവമാണ് ഈ കാണുന്നത്. പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ ഒരു മുന്തിരി ഔട്ട്ലെറ്റ് സെൻ്ററായിട്ട് മാറും. അതുപോലെ നമ്മളിതിൽ എപ്പോഴും കാണുന്ന ഇവിടെ ഈ കോട്ടേജുകൾ പണിതിട്ടേക്കുന്നുണ്ടോ. അതായത് സർക്കാരിൻ്റെയാണ് ഇത് ഫ്ലാറ്റുകൾ കൊടുക്കാൻ വേണ്ടി അവർ പണിതിട്ടിരിക്കുന്നതാണ്. അപ്പുറത്തോട്ടൊന്നും വലിയ താമസക്കാരൊന്നും വന്നില്ല. പക്ഷേ ഇവിടെ ഈ വില്ലകളായിട്ട് പണിതിരിക്കുന്നതിൻ്റെ അകത്തൊക്കെ താമസക്കാർ വന്നിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ കുറേ കാലം കൂടി തമിഴ്നാട്ടിലെ ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ലോവർ ക്യാമ്പിലെത്തിയേ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. വെയിലെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ വെയിലാണ് അങ്ങോട്ട്. ഇനിയിപ്പം നമ്മളിനിയിപ്പോൾ മേളിലൊക്കെ കയറി കുമളിയിലോട്ട് കയറുവാണ്. ഇപ്പോൾ കാട്ടിനകത്തൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ കുറേ തണുപ്പ് വരാൻ തുടങ്ങുന്നത്. തമിഴ്നാട്ടിലുള്ളവരെ സമ്മതിക്കണം ഈ ചൂടത്ത് കേട്ടോ. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അതിഭയങ്കരമായ ചൂടായി. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴല്ലോ സൂര്യൻ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് കണ്ണു പോലും കാണാൻ മേലാത്ത അവസ്ഥ. അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ അത്രയും വലിയ വിഷയമില്ല. അപ്പോൾ ഏതായാലും ഒരു വലിയ കുഴപ്പമില്ലാത്ത കുറേ കാഴ്ചകളൊക്കെ കിട്ടി. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് കാണുന്നത് സബ് ചെയ്തോ കേട്ടോ. നമ്മുടെ പുതിയ പുതിയ വീഡിയോയും പഴയ വീഡിയോ ഒക്കെ കാണുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണേ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.